Flow control എന്ന് പറഞ്ഞാൽ what is flow control? Flow control coordinates the amount of data that can be sent before receiving an acknowledgement. സെൻഡർ കുറച്ച് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡറിന് എത്രത്തോളം ഡേറ്റ സെൻഡ് ചെയ്യാം ബിഫോർ റിസീവിങ് എൻ അക്നോളജ്മെൻറ്റ്, ബിഫോർ വെയിറ്റിംഗ് ഫോർ എൻ അക്നോളജ്മെൻറ്റ്. ആ ഒരു ലിമിറ്റേഷനാണ്. സെൻഡറിന് അങ്ങനെ ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് ഡേറ്റ സെൻഡ് ചെയ്തിട്ട് അക്നോളജ്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് എടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാവുള്ളൂ. റിസീവറിന് സെൻറ്റർ അയക്കുന്ന ഡേറ്റ എല്ലാം കൂടി പ്രോസസ്സ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്കൊരു ഡേറ്റ കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്ലോ കൺട്രോൾ. നെക്സ്റ്റ് വൺ ഈസ് എറർ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് മേ ക്രീപ്പ് ഇൻ ദിസ് ഡേറ്റ ട്രാൻസ്മിഷൻ. ആ സമയത്ത് we can control this error by using two methods. We can either detect the errors or correct the errors. Error detection method just the receiver will detect that an error has happened. Correction ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡേറ്റ കറക്റ്റ് എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും, എറർ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് എറർ ആൻഡ് ഫ്ലോ കൺട്രോൾ മെക്കാനിസത്തിൽ we have three methods: stop and wait, go back in, and selective repeat. First one is stop and wait. Here sender and receiver is shown in the figure. Sender will transmit frames and receiver will send acknowledgements. Sender there is a variable s, and receiver there is a variable r. S is equal to 0 means sender is transmitting frame 0. Receiver r is equal to 0 means receiver is expecting frame 0. So സെൻഡർ ഫ്രെയിം 0 ട്രാൻസ്മിറ്റ് ചെയ്തു, റിസീവർ ഫ്രെയിം 0 അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ റിസീവർ സെൻഡ് ചെയ്യുന്ന അക്നോളജ്മെൻറ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിസീവറിന് അടുത്ത് വേണ്ടുന്ന ഫ്രെയിം നമ്പറാണ്. റിസീവറിന് അടുത്ത് വേണ്ടുന്ന ഫ്രെയിം 1 ആയതുകൊണ്ട് തന്നെ റിസീവർ അക്നോളജ്മെൻറ്റ് 1 ആയിരിക്കും. അങ്ങനെ ഒരു സെൻഡർ ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്തു, അടുത്ത ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യും, അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു, ദെൻ വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെൻറ്റ്. This method is called stop and wait method. Here in this figure, സെൻറ്റർ ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്തു. ആ ഫ്രെയിം എന്ന് പറയുന്നത് റിസീവറിലെത്തില്ല, റിസീവറിന് ഇടയ്ക്ക് വെച്ചിട്ട് ഡാമേജ് ആയി പോകുന്നതോടെ ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്തു. ഫ്രെയിം 1 എന്ന് പറയുന്നത് റിസീവറിലേക്ക് എത്തില്ല, അതിന് മുമ്പ് വെച്ച് തന്നെ അതൊരു ഒരു ഫ്രെയിം ലോസ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഫ്രെയിം ഡാമേജ് ആവുന്നു. ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യും? ഈ സിറ്റുവേഷനിൽ ആ ഫ്രെയിം 1 ഒന്നും കൂടി റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ റീട്രാൻസ്മിഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ സെൻറ്റർ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ടൈമർ ടൈം ഔട്ട് ആവുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് അക്നോളജ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ സെൻറ്റർ വിൽ റീട്രാൻസ്മിറ്റ് ഫ്രെയിം. അങ്ങനെ ഫ്രെയിം 1 കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം, ഫ്രെയിം ലോസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ അക്നോളജ്മെൻറ്റ് ലോസ്റ്റ് ആവുന്ന കാര്യമാണ് കാണിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്തു, ഫ്രെയിം 0 ട്രാൻസ്മിറ്റ് ചെയ്തു, ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്തു. ഫ്രെയിം 1ൻ്റെ അക്നോളജ്മെൻറ്റ് നമ്മുടെ സെൻറ്ററിലെത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കൗണ്ടർ ടൈം ഔട്ട് ആവുന്നതിനിടയ്ക്ക് വെച്ച് അക്നോളജ്മെൻറ്റ് വന്നില്ല. ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഈ ഫ്രെയിം 1 റിസീവറിനെ സംബന്ധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിമാണ്. നേരത്തെ ഫ്രെയിം 1 കിട്ടി. രണ്ടാമത്തെ ഫ്രെയിം 1 റിസീവറെ ഡിസ്കാർഡ് ചെയ്യും. ഒപ്പം തന്നെ റിസീവറിന് വേണ്ടുന്ന ഫ്രെയിം ഏതാണോ അത് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും, റിസീവർ അയച്ചു കൊടുക്കും, സെൻറ്റർ അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു ടൈം ഔട്ട് മെത്തേഡിൽ കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം ആണെങ്കിൽ അത് റിസീവർ ഡിസ്കാർഡ് ചെയ്യും. അടുത്ത മെത്തേഡ് ഡിലേഡ് അക്നോളജ്മെൻറ്റ്. ഇവിടെ സെൻറ്റർ ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്തു, ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് ഡിലേ ആയി. അക്നോളജ്മെൻറ്റ് ഇവിടെ ഫ്രെയിം 0 ട്രാൻസ്മിറ്റ് ചെയ്തു, അതിൻ്റെ അക്നോളജ്മെൻറ്റ് 1 ഡിലേ ആയി. അപ്പം ഡിലേ ആകുമ്പോൾ തന്നെ എന്ത് വെച്ചാൽ സെൻറ്റർ ഫ്രെയിം 0 ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടൈം ഔട്ടായി. സെൻറ്റർ സ്വാഭാവികമായിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ റിസീവറിനെ സംബന്ധിച്ച് ഈ രണ്ട് ഫ്രെയിം 0 ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പം റിസീവർ എന്ത് ചെയ്യും? റിസീവർ ഫ്രെയിം 0 റിജക്റ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് എ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം. ഇവിടെ രണ്ടാമത്തെ ഫ്രെയിം 0 റിസീവർ ഡിസ്കാർഡ് ചെയ്തു. അപ്പം രണ്ടാമത്തെ ഫ്രെയിം 0 സെൻറ്റർ അയച്ചു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നേരത്തെ അയച്ച അക്നോളജ്മെൻറ്റ് 1 സെൻറ്ററിലെത്തും. ഡിലേ ആയ അക്നോളജ്മെൻറ്റ് 1 വരും. അക്നോളജ്മെൻറ്റ് 1 കിട്ടുമ്പോൾ സെൻറ്റർ എന്ത് ചെയ്യും? ഫ്രെയിം 1 ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഈ ഫ്രെയിം 1 ഡാമേജ്ഡ് ആയി പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ സെൻറ്റർ ഈ ഫ്രെയിം 1ൻ്റെ ടൈം ഔട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. എഗെയിൻ ഫ്രെയിം 1 റീട്രാൻസ്മിറ്റ് ചെയ്യും.
ഇതിനിടയ്ക്ക് റീട്രാൻസ്മിഷൻ ഇടയ്ക്ക് വെച്ച് രണ്ടാമത് പോയ ഫ്രെയിം സീറോയുടെ അക്നോളജ്മെൻറ്റും കൂടി രണ്ടാമത്തെ ഫ്രെയിം സീറോയുടെ അക്നോളജ്മെൻറ്റും വരും. ഇപ്പം ഈ രണ്ട് അക്നോളജ്മെൻറ്റ് വണ്ണും സെൻറ്ററിനെ സംബന്ധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ്സ് ആണ്. സോ സെൻറ്റർ വിൽ ഡിസ്കാർഡ് ദ സെക്കൻഡ് അക്നോളജ്മെൻറ്റ് വൺ. രണ്ടാമത്തെ അക്നോളജ്മെൻറ്റ് വൺ സെൻറ്റർ ഡിസ്കാർഡ് ചെയ്യും, രണ്ടാമത്തെ ഫ്രെയിം സീറോ റിസീവർ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഈ ഫ്രെയിം വൺ റീട്രാൻസ്മിറ്റ് ചെയ്ത് ഫ്രെയിം വൺ അയച്ചപ്പോൾ ഫ്രെയിം വണ്ണിൻ്റെ കൗണ്ടർ ടൈം ഔട്ടായി. എന്നിട്ട് ഫ്രെയിം വൺ ഒന്നും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യും. അതിൻ്റെ ടൈമർ ടൈം ഔട്ട് ആകുമ്പോൾ ഫ്രെയിം വൺ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസിനെ റിസീവർ ഡിസ്കാർഡ് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റിനെ സെൻറ്റർ ഡിസ്കാർഡ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് പിഗ്ഗിബാക്കിംഗ്. Piggybacking is a method which combines data frames and acknowledgement frames. അതായത് നമുക്കൊരു അക്നോളജ്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുക പറയുന്നത് പ്രാക്ടിക്കൽ. ഇൻ ദാറ്റ് സിറ്റുവേഷൻസ് വി വിൽ ട്രാൻസ്മിറ്റ് അക്നോളജ്മെൻറ്റ് ഫ്രെയിംസ് വിത്ത് ഡേറ്റ ഫ്രെയിംസ് so that we can effectively utilize the bandwidth. In the figure, sender transmits frame 0 with acknowledgement 0. And a receiver will transmit frame 0 and its acknowledgement 1. A sender transmit in the frame 0 means sender in the frame 0 transmit, but sender is acknowledging receiver by using ACK0. നിങ്ങൾ സെൻറ്ററിന് വേണ്ടത് റിസീവറിൻ്റെ ഫ്രെയിം 0 ആണ്. റിസീവർ വിൽ ട്രാൻസ്മിറ്റ്സ് ഇറ്റ്സ് ഫ്രെയിം 0 ആൻഡ് റിസീവർ വിൽ സെൻഡ് അക്നോളജ്മെൻറ്റ് 1. It indicates that receiver currently needs the frame 1 of sender. സെൻറ്റർ തിരിച്ച് ഫ്രെയിം 1 അയക്കും. സെൻറ്ററിന് വേണ്ടുന്നത് റിസീവറിൻ്റെ ഫ്രെയിം 1 ആയതുകൊണ്ട് അക്നോളജ്മെൻറ്റ് ഉണ്ടാക്കും. ഇങ്ങനെ ഫ്രെയിംസിൻ ഡാറ്റ ഫ്രെയിമിൻ്റെ കൂടെ അക്നോളജ്മെൻറ്റ് ഫ്രെയിമും കൂടി കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ഒരു ടെക്നിക്കാണ് പിഗ്ഗിബാക്കിംഗ്.